ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. കാത്തിരിപ്പിന് വിരാമം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം 20 മുതൽ പൂർണ്ണമായും ഡയാലിസിസ് ആരംഭിക്കും. തുടക്കത്തിൽ 2 മെഷീൻ ഉപയോഗിച്ചാകും ഡയാലിസിസ് നടത്തുക. 10 മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന HMC സപ്പോർട്ടിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാവാറുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്വാഭാവികമായും അല്പം മെഡിസിന്റെ പൈസ ഒക്കെ വാങ്ങാറുണ്ട്. നമ്മൾ അതുപോലും വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ 2-3 യോഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്തിരുന്നു. പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് സമയം ഇനിയും വൈകും. അതുകൊണ്ട് ഈ മാസം തന്നെ, ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടത്തി, പ്രവർത്തനം നടത്തി, രോഗികൾക്ക് അതിന് ചികിത്സ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓഫീസർ സൂചിപ്പിക്കും. ഇതൊരു നീണ്ട യാത്രയായിരുന്നു. ഒരു ഗവൺമെൻറ് സെക്ടറിലൊരു ഡയാലിസിസ് സെൻ്റർ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ. പ്രൈവറ്റ് സെക്ടർ ആകുമ്പോൾ അവർ പണം കളക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടം പോലെ അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. നമ്മളതല്ല, നമ്മൾ ഗവൺമെൻറ് സെക്ടറിലാണ്. ആ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെതായ പരിമിതി നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ 3 മെഷീനുകൾ ആശുപത്രിയിലുണ്ട്. 4 മെഷീനുകൾ സ്പോൺസർ വഴി ലഭിക്കും. അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക. ചികിത്സ ആവശ്യമുള്ളവർക്ക് താലൂക്ക് ആശുപത്രി, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകാം. 1 വർഷം 1 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെസി ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ശിവശങ്കരൻ, BDO AG സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഉമർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ.